നിസ്സാര കാര്യം. അവൾക്ക് എന്നിൽ പിറന്നൊരു മകനുണ്ട്. അതാരാണെന്ന് പറഞ്ഞു തരുന്നില്ലെന്നേ. CKCയെ സംബന്ധിച്ച് അതൊക്കെ നിസ്സാര കാര്യമാണ്. അവർക്ക് പക്ഷേ അങ്ങനെ ആയിരിക്കില്ലല്ലോ. ആ, അതിപ്പോ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും ഞാൻ ഇനി 6 മാസം മാത്രം കാലാവധിയുള്ളൊരു മനുഷ്യനാണെന്ന് അവർ രണ്ടുപേരും വിശ്വസിച്ചല്ലോ അല്ലേ? അതൊക്കെ കൃത്യമായി വിശ്വസിപ്പിച്ചിട്ടുണ്ട്. പണം കൊടുത്ത് ഏർപ്പാടാക്കിയ ഗുണ്ടകളാണെങ്കിലും അവന്മാര് വാക്കല്ലാതെ മുതുകിനിട്ടൊന്ന് താങ്ങിയോന്നൊരു സംശയം. ഒരു ചെറിയ വേദന. കൃത്യമായിട്ട് ഞാൻ ഏർപ്പെടുത്തിയിരുന്ന ടാക്സിക്കാരൻ അവിടെ എത്തി എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും കൂടി ചെയ്തതോടെ എന്റെ തിരക്കഥ പൂർണ്ണമായി. എന്റെ ഭാഗം കൃത്യമായി ഞാൻ അഭിനയിച്ചു തീർത്തിട്ടുണ്ട്. ഇനി ബാക്കി വർക്കൗട്ട് ഞാൻ നടത്തിക്കോളാം. ആ നിധിയുടെയും നിർമ്മലയുടെയും ഉള്ളിലിപ്പോ ഒരു സഹതാപത്തിന്റെ കണിക വീണ് കഴിഞ്ഞിട്ടുണ്ടാവണം. മതി, ഇത്രയും മതി. ഇനി ഞാൻ അതിനെ വളർത്തി വലുതാക്കിയെടുക്കും. ഒടുവിൽ അവർ രണ്ടുപേരും തന്നെ എന്റെ മുന്നിൽ വന്നു നിന്ന് എനിക്ക് പിറന്ന അസുരവിത്ത് ആരാണെന്ന് പറഞ്ഞു തരും. നിധി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുക. എനിക്കെന്തോ പേടി തോന്നുന്നു മോനെ. അവര് ആശുപത്രിയിലാണെന്നുള്ള കാര്യം ഉറപ്പാണോ നിനക്ക്? അതിൽ സംശയമൊന്നും വേണ്ട. ഡോക്ടറുടെ ക്യാബിനിലേക്ക് ചെല്ലാൻ ആരോ പറയുന്നത് ഞാൻ വ്യക്തമായിട്ട് കേട്ടതാണ്. അത് മാത്രമല്ല, നിധിയുടെ വർത്തമാനത്തില് മൊത്തത്തിൽ ഒരു പരിങ്ങലുണ്ടായിരുന്നു. അതെ, നിർമ്മലക്കിനി അസുഖം എന്തെങ്കിലും കൂടി കാണുമോ? അവളെ കൊണ്ട് ആശുപത്രി പോയതായിരിക്കോ? ഏയ്, അതിനൊരു സാധ്യതയില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നിധി എന്തിനത് മറച്ചു വെക്കണം? അപ്പൊ തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ച് കാര്യം പറയണതല്ലേ? അത് നിധി പറയുകയും ചെയ്യും. ഇത് വേറെന്തോ കാര്യമാണ്. എന്തോ കാര്യമുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിർമ്മല ഒന്ന് വിളിച്ചു നോക്കാം. എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങ് വരട്ടെ രണ്ടെണ്ണോ. അകത്ത് വെച്ചുള്ള ചോദ്യം ചെയ്യലൊന്നും വേണ്ട. ആ ചന്ദ്രിക എവിടെയുള്ളതാ? നീ വന്നേ, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. വാ. എന്റെ ഫോൺ എന്ത് പറ്റി നിധി? ഫോണില് ചാർജ് തീർന്ന് ഓഫായി പോയി ഗൗതം. പിന്നെ വിളിച്ചിരുന്നോ? കുറെ വട്ടം വിളിച്ചു. അല്ല, ഞാൻ വിളിക്കുമ്പോ നിങ്ങൾ രണ്ടുപേരും എവിടെ നിൽക്കായിരുന്നു? നിന്റെ സംഭാഷണത്തിൽ എന്തോ ഒരു പതർച്ച ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഏതെങ്കിലും ആശുപത്രി നിൽക്കായിരുന്നോ? ഡോക്ടറുടെ ക്യാബിനിലേക്ക് വിളിച്ചെന്നൊക്കെ ഗൗതം പറഞ്ഞല്ലോ. അമ്മ ചോദിച്ചു കേട്ടില്ലേ? നിധി, നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിരിക്കായിരുന്നോ എന്ന്? അതെ. എന്തിനാ നിങ്ങൾ ആശുപത്രിയിൽ പോയത്? ഞാൻ ചോദിച്ചിട്ടും അപ്പം നീ എന്താ കൃത്യമായിട്ട് പറയാത്തത്? എന്താ നിധി പ്രശ്നം? ഞങ്ങള് മാർക്കറ്റിലേക്ക് പോവായിരുന്നു. അപ്പോ റോഡിൽ വെച്ചൊരു കാഴ്ച കണ്ടു. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ല നിധി. അവസരം കിട്ടുന്നിടത്തൊക്കെ നമ്മളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ഒരുത്തനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകണ്ട എന്താവശ്യമായിരുന്നു നിങ്ങൾക്ക്? ആ ദുഷ്ടൻ എപ്പ ചത്തു തൊലയുന്നുള്ളത് മാത്രമേ എപ്പോഴും എന്റെ ചിന്ത. അവനെ ഗുണ്ടകൾ തല്ലിക്കൊല്ലുന്നത് കാണുമ്പോ അത് കണ്ട് സന്തോഷിക്കുന്നതിന് പകരം വലിയ രക്ഷകരാകാൻ പോയിരിക്കുന്നു. വലിയ ബോധമുണ്ടോ നിങ്ങൾക്ക്? അല്ല, ആശുപത്രിയിൽ എത്തിച്ച് രക്ഷിച്ചെടുക്കാൻ വേണ്ടി എന്ത് ബന്ധാ നിങ്ങൾക്ക് അയാളോടുള്ളത്? അല്ലെങ്കിൽ 2 ഗുണ്ടകൾ തല്ലിയെന്നും പറഞ്ഞ് അവൻ ചാവാനൊന്നും പോകുന്നില്ല. കയ്യും കാലും ഒടിഞ്ഞ് നടുറോട്ടി കിടക്കട്ടെ എന്ന് വെക്കണമായിരുന്നു നിങ്ങൾ. CKC ചാവാൻ തന്നെയാ പോകുന്നത്. സത്യമാണ് ഗൗതം. നേരത്തെ തന്നെ CKCയുടെ തലയിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടപ്പുണ്ടെന്ന്. ഇന്നത്തെ ഈ ഗുണ്ട അറ്റാക്ക് കൂടി ആയതോടെ അയാളുടെ കാര്യത്തിലൊരു തീരുമാനമായി. ഇനി കൂടിയ 6 മാസം, അതിനപ്പുറം അയാൾ ജീവിച്ചിരിക്കില്ല എന്ന ഡോക്ടർ പറഞ്ഞത്. എന്താ നീ പറഞ്ഞേ? ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ. ഞാൻ ഒന്നുകൂടെ പറയേ. CKC ഇനി കൂടിപ്പോയ ഒരു 6 മാസം കൂടിയേ ജീവിച്ചിരിക്കൂന്നാ ആ ഡോക്ടർ പറഞ്ഞത്. എനിക്ക് എന്തൊരു സന്തോഷായിന്നറിയോ? ഇത്രയും സന്തോഷമുള്ളൊരു വാർത്ത ഞാൻ കേട്ടിട്ട് എത്ര നാളായി. വർഷങ്ങളായി
ഞാൻ നേർന്ന നേർച്ചകൾക്കും മുഴുവൻ ഫലം ഉണ്ടായിരിക്കുന്നു. ഇപ്പോഴാ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടത്. ഒരാള് മരിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോ എന്തിനാ അമ്മ ഇങ്ങനെ സന്തോഷിക്കുന്നത്? ഈ ഭൂമിയിൽ ഒരു ഉറുമ്പിന് അപകടം പറ്റുന്നു എന്ന് പറഞ്ഞാലും ഞാൻ സങ്കടപ്പെടും. പക്ഷെ CKC ഞാൻ ആ ഗണത്തിലൊന്നും പെടുത്തില്ല. അവൻ ചത്തു എന്നറിഞ്ഞാ ഞാൻ സന്തോഷിക്കും. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവൻ തൊലഞ്ഞു പോയി എന്നറിഞ്ഞ അവന്റെ ഭാര്യയും അവനുണ്ടായ മക്കളും അല്ലാതെ വേറെ ആരെങ്കിലും സങ്കടപ്പെടുവോ നിധി? ഈ ഭൂമിയിലെ ബാക്കി എല്ലാവർക്കും അവനൊരു ബാധ്യതയാ. നിർമ്മല എന്തിനിങ്ങനെ മുഖം വീർപ്പിച്ചു കെട്ടി നിൽക്കുന്നേ? നിന്റെ ആരെങ്കിലും ആണോടി അവൻ? അല്ല പിന്നെ. ഇവളുടെ ഭാവവും വാടി തളർന്നുള്ള നിൽപ്പും കണ്ടാ തോന്നുമല്ലോ ഇവളുടെ കെട്ടിയവനാണ് ചാകാറായി ആശുപത്രി കിടക്കുന്നതെന്ന്. അമ്മേ ഒന്ന് അടങ്ങമ്മേ. ആന്റി കൊറേ വെയിലുണ്ട്. പോരാത്തതിന് ഗുണ്ടകൾ അയാളെ എടുത്തിട്ട് അടിക്കുന്നതൊക്കെ നേരിട്ട് കാണുകയും ചെയ്തു. അതിന്റെ ഒരു ടെൻഷനാ ആന്റിക്ക്. എന്തായാലും നിർമ്മലാമ്മയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. ഇനി ഇവിടെ നിന്നുകൂടി വെയിൽ കൊണ്ട് തളരണ്ട. വാ അകത്ത് കയറ്. ലോകത്തൊരാളും നടത്താത്ത സഹജീവി സ്നേഹം കാണിച്ചോണ്ട് വന്ന് നിൽക്കല്ലേ. കേറി വാ, വന്ന് കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്. അല്ലല്ലേ വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോയാലോ രണ്ടാളും. ഇനിയും CKC സഹായിക്കാൻ പോകേണ്ടതല്ലേ രണ്ടാൾക്കും. എന്തായാലും ഉള്ള കാര്യം അങ്ങ് തുറന്നു പറഞ്ഞത് നന്നായി. ഇപ്പൊ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിലേ ഇനി ഒരുപാട് ചോദ്യങ്ങൾ വന്നേനെ. പിന്നെ നമ്മുടെ എല്ലാ കള്ളവും പൊളിഞ്ഞേനെ. ഏറിയാൽ ഒരു 6 മാസം. അതിനുള്ളിൽ CKCയുടെ മരണം സംഭവിച്ചിരിക്കും.